അടുത്ത വാർത്തയിലേക്ക് പോയാൽ ഈ വർഗീയ അധിക്ഷേപം നടത്തിയെന്ന അൻസിബ ഹസന്റെ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ് കടവന്ത്ര പോലീസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും വർഗീയ അധിക്ഷേപം നടത്തിയതിനും അടക്കമാണ് കേസ് എടുത്തിരിക്കുന്നത്. അബ്ദുൾ റഹീം വിവരങ്ങളുമായി ചേരുന്നു. റഹീമെ, പോലീസിനടക്കം കോടതിയുടെ രൂക്ഷ വിമർശനം കേൾക്കേണ്ടി വന്നൊരു കേസാണ്. ഒടുവിൽ കോടതി നിർദ്ദേശപ്രകാരം ഇപ്പോൾ പോലീസിന് കേസെടുക്കേണ്ടിയും വന്നിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, അൻസിബ ഹസൻ നടൻ ടിനി ടോമിനെതിരെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ കടവന്ത്ര പോലീസ് ഈ കേസ് ഇതിനെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ആദ്യം അറിയിച്ചത്. കാരണം ഇതിന് വേണ്ടത്ര തെളിവുകളില്ല, അല്ലെങ്കിൽ ഇത് കേട്ട ആരോപണം മാത്രമായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനമായും പോലീസ് പറഞ്ഞത്. കൂടാതെ ഇത് തമാശ രൂപേണ പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു കടവന്ത്ര പോലീസിൻ്റെ നിലപാട്. അതിനെതിരെ അൻസിബ ഹസൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇപ്പോൾ കോടതിയിൽ നിന്ന് പോലീസിന് അതിരൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഈ സംഭവത്തിൽ കേസെടുക്കാനുള്ള നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടൻ ടിനി ടോമിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കടവന്ത്ര പോലീസ് കേസെടുത്തത്. ഈ കേസിന് ആസ്പദമായ സംഭവം, നടി അൻസിബ ഹസനെതിരെ വർഗീയ പരാമർശം നടൻ ടിനി ടോം നടത്തിയെന്നുള്ളതായിരുന്നു. ഇത് നടി കൂടിയായിട്ടുള്ള മറ്റൊരു നടിയാണ് കേട്ടത്. ഇവർ അൻസിബ ഹസനോട് പറയുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അൻസിബ താമസിച്ചിരുന്ന ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഈ സംഭവം നടക്കുന്നത് ഈ അമ്മ സംഘടനയുടെ കുടുംബമേള നടക്കുന്ന ആ സമയത്താണ്. അത് കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഫോ പാർക്ക് പോലീസ് ഈ കേസ് കടവന്ത്ര പോലീസിന് കൈമാറിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അൻസിബയെ വിളിച്ചു വരുത്തുകയും അൻസിബയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ കേസിൽ വലിയ കാര്യമായ കഴമ്പില്ല എന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് ഈ കേസ് തള്ളിയത്. തുടർന്ന് അൻസിബ ഹസൻ എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നടൻ ടിനി ടോമിനെതിരെ കേസ് എടുത്തിട്ടുള്ളത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് നേരത്തെ തന്നെ അൻസിബ ഹസൻ വ്യക്തമാക്കിയതുമാണ്. ഈ അമ്മ സംഘടനയ്ക്കുള്ളിൽ താരങ്ങൾ തമ്മിലുള്ള തർക്കം ഇത്തരത്തിൽ കേസിലേക്കും അതോടൊപ്പം തന്നെ നിയമ നടപടികളിലേക്കുമൊക്കെ നീങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഏതായാലും നടൻ ടിനി ടോമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. ഓക്കെ റഹീമെ, ശരി. അപ്പം അൻസിബയുടെ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ കടവന്ത്ര പോലീസ് കേസെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട